നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജാണ് നമ്മോടൊപ്പം. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഈ മഴ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ 3 ദിവസവും മഴയായിരുന്നു, നല്ല മഴ. ചില ഘട്ടങ്ങളിൽ തോരാതെ പെയ്യുന്ന മഴയായിരുന്നു. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് മാത്രമല്ല, പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മഴ. പക്ഷെ വളരെ ആവേശകരമായ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനെ മഴയ്ക്ക് തണുപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 3 ദിവസങ്ങളിലായി നിരവധി പര്യടന കേന്ദ്രങ്ങൾ, സ്ഥാനാർത്ഥി പര്യടനമായിരുന്നു. പഞ്ചായത്ത് റാലികൾ ഉണ്ടായിരുന്നു. റാലികൾ പിന്നെ മഴയെ മുൻകൂട്ടി പ്രതീക്ഷിച്ചിട്ട് വലിയ പന്തലൊക്കെ ഒരുക്കിയിട്ടാണ് നടന്നിട്ടുള്ളത്. എന്നാൽ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും ആ നിലയിലല്ലല്ലോ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ കേന്ദ്രങ്ങളാണ്. പക്ഷെ മഴ കാരണം ഒരൊറ്റ സ്വീകരണ കേന്ദ്രം പോലും ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല, ഒരു കേന്ദ്രം പോലും ശുഷ്കമായില്ല. മഴ നനഞ്ഞും നനയാതെയും കുട ചൂടിയും റെയിൻകോട്ട് ഇട്ടും ഇടാതെയും ഒക്കെയായി നാടാകെ ഒഴുകിയെത്തുന്ന അനുഭവമായിരുന്നു. അത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പം മഴയത്തും ഈ ആവേശം കെട്ടുപോകുന്നില്ല, നല്ല ദൃഢനിശ്ചയത്തോടെ ആളുകൾ വരുന്നു, പങ്കെടുക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മഴ തടസ്സപ്പെടുത്തിയില്ല എന്നതാണ്. മഴയെ അതിജീവിച്ച്, മഴയെ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ഞങ്ങളുടെ പ്രവർത്തകർ സ്വീകരിച്ചു കണ്ടത്. പൊതുവെ ശക്തരായ എതിരാളികൾ തമ്മിലാണ് മത്സരം എന്നതാണ് നിലമ്പൂരിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. മത്സരം കുറച്ച് കടുത്തതാണോ? ഏത് തെരഞ്ഞെടുപ്പിലും മറ്റേ പ്രതിയോഗികളെ പരസ്പര ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും വില കുറച്ച് കാണാറില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എതിരാളികൾ ശക്തനാണ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും പരസ്പര ബഹുമാനത്തോടുകൂടിയും പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ കാണുന്നത്. ആരെയും വില കുറച്ച് കണ്ടിട്ടില്ല. പിന്നെ നല്ല ശക്തമായ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. ജനാധിപത്യം അർത്ഥപൂർണമാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ശക്തമാവണം. അതിനൊരു തകരാറുമില്ല. ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം. പൊതുവിൽ M സ്വരാജിനെ കുറിച്ച് നമുക്കറിയാവുന്നത് വളരെ ശക്തമായ ഭാഷയിൽ എതിരാളികളോട് എതിർക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നത് കുറെ കൂടി ശക്തമായ നിലപാടുണ്ടെങ്കിലും പക്ഷെ വളരെ മൃദുവായി സംസാരിക്കാനും സ്വരാജ് ശ്രദ്ധിക്കുന്നതായി തോന്നുന്നു. ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ അതും? അത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ പ്രതികരണങ്ങൾ കേൾക്കുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവർ, നമ്മോട് അടുത്ത് ഇടപഴകുന്നവരാണ് നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം അധികം പറയാറില്ല. അത് പറഞ്ഞാൽ അത് ഉചിതമല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നിങ്ങൾക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഒരു തോന്നൽ, മുമ്പും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പൊതുവെ അങ്ങനെയുള്ള ശൈലി തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും പിന്നെ ഓരോ കാലം കഴിയുമ്പോഴും മനുഷ്യരിങ്ങനെ മറ്റെന്താ പറയുക, സ്വാഭാവികമായി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അതുകൊണ്ടാണ് ഈ പൂക്കളുടെ പുസ്തകമൊക്കെ ചർച്ചയാവുന്നത്. അത്രയും മൃദുവാണോ? പൂക്കളുടെ പുസ്തകം എഴുതിയത് സത്യത്തിൽ ഇപ്പോഴല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല. എനിക്ക് തോന്നുന്നു 4 വർഷമായി തോന്നുന്നു. 4 വർഷമായി ആ പുസ്തകം പുറത്തിറങ്ങിയിട്ട്. 4 വർഷമായി. ഒരു പുതിയ കാര്യമല്ല. പിന്നെ എല്ലാ സന്ദർഭങ്ങളിലും ഇതേപോലൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അത് ഞാൻ മറ്റുള്ളവർക്ക് വിടുകയാണ്. ഓക്കെ. ഇപ്പോ ശരിക്കും പറഞ്ഞ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ ഇപ്പോൾ നിലവിൽ. MLA മാറിപ്പോയെങ്കിലും. അപ്പോ കഴിഞ്ഞ 2 തവണയും വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് LDFന്റെ വോട്ടുകൾ പ്ലസ് PV അൻവറിന്റെ വോട്ടുകൾ എന്ന നിലയിലാണ് പൊതുവിൽ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൽ PV അൻവർ കിഴിച്ചു കഴിഞ്ഞാൽ LDFന് അത് നഷ്ടം തന്നെയല്ലേ? അത് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പുമായി ഈ തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുന്നത്, അത് ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉപകരിക്കുമെന്നല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ ഒരു കാരണം, നിലമ്പൂർ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ തന്നെ നിലമ്പൂർ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. ഈ 2 ചിഹ്നത്തിലും മത്സരിച്ച് പരാജയപ്പെട്ട അനുഭവവും ഉള്ള ഒരു മണ്ഡലമാണ്. ഇതൊക്കെ ഉണ്ട്. ഇതില് 2001 തെരഞ്ഞെടുപ്പ് കുറച്ച് പ്രത്യേകതയാർന്നൊരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, UDF മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തെരഞ്ഞെടുപ്പ് 2001 എന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് തൊട്ടു പുറകെ വന്ന തെരഞ്ഞെടുപ്പാണ് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഈ 2001 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്വഭാവമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു LDFന്റെ. 2004 തൊട്ടു പുറകെ വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിലാണ്. പാർട്ടി നേതാവാണ് മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലം പരിധിയിൽ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. ഇത് അടുത്തടുത്ത ഇടവേളകളിൽ നടന്ന 2 തെരഞ്ഞെടുപ്പാണ്. ഒന്ന് സ്വതന്ത്ര ചിഹ്നമാണ്, ഒന്ന് പാർട്ടി ചിഹ്നമാണ്. അപ്പോൾ നമ്മളിപ്പോ നിങ്ങൾ ചോദിച്ചതുപോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ 2001 സ്വതന്ത്രന്റെ കുറെ വോട്ട് കൂടി കിട്ടിയിട്ടും നമ്മൾ ചരിത്രം
പരാജയം നേരിടേണ്ടി വന്നു, ചരിത്ര വിജയം എന്നൊക്കെ പറയുന്നു. എന്നാൽ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷമായ, അതും 10,000-ന് മേൽ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നേടുകയും ചെയ്തു. അപ്പോൾ മുൻവിധികളെ അപ്രസക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. ജനങ്ങളാണ് വിധി എഴുതുക. ഓരോ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ജനങ്ങൾ അവരുടെ അല്ല, ആ ഉദാഹരണം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം കിട്ടണം. ആ ഉറപ്പുണ്ടോ സുരേഷ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ്, അവർ വലിയ ആവേശത്തിലാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഭൂരിപക്ഷം നേടി വിജയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് മണ്ഡലത്തിലുടനീളം സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ LDF പ്രവർത്തകരുടെയും മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഞങ്ങളെല്ലാം ആ ആവേശത്തിലാണല്ലോ. അതായത് ഇപ്പോൾ കഴിഞ്ഞവണ വിജയിപ്പിച്ച ആ സ്വതന്ത്രൻ പിന്മാറിയാൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമേ അല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയും. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. അദ്ദേഹമാണത് ബോധ്യപ്പെടുത്തേണ്ടതും വിശദീകരിക്കേണ്ടതും. അദ്ദേഹത്തിനാവും വിധത്തിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ എന്നത് തെരഞ്ഞെടുപ്പ് വിധി എഴുതും. ഞാനിപ്പോൾ അതിലും ഒരു മുൻവിധിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ മാധ്യമപ്രവർത്തകർക്കും അത് ബോധ്യമുണ്ടാവും എങ്ങനെയൊക്കെയാണ് ആ വിശദീകരണങ്ങൾ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. അത്രയും ഞാൻ അതിൽ പറയുന്നുള്ളൂ. ആശംസകൾ. താങ്ക് യു.